കോവിഡ് സമയത്ത് അതിർത്തികൾ അടച്ച് അയൽ സംസ്ഥാനമായ കർണാടക പോലും ചികിത്സ നിഷേധിച്ചപ്പോൾ ടാറ്റ നിർമ്മിച്ചു നൽകിയ ആശുപത്രിയാണ് മഹാമാരിയെ അതിജീവിക്കാൻ കാസർഗോഡിന് സഹായമായത്. കോവിഡിന്റെ രണ്ടാം വരവിനെ പ്രതിരോധിക്കാൻ ജില്ലാ ഭരണകൂടത്തിനും ആരോഗ്യവകുപ്പിനും കരുത്തു പകർന്നത് ഈ ആശുപത്രിയാണ്. 5000-ത്തിലധികം കോവിഡ് ബാധിതർക്കാണ് ഇവിടെ ചികിത്സ നൽകിയത്. ലോക്ക്ഡൌൺ മൂലം തൊഴിലാളികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും സാമഗ്രികൾ എത്തിക്കാനുള്ള പ്രയാസവുമൊക്കെ മറികടന്നാണ് വെറും 124 ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പണ്ടത്തെ കാഴ്ചകളും വർത്തമാനങ്ങളുമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി പറയാൻ പോകുന്നത് പുതിയ കഥ. ഈ ആശുപത്രികൾ ഇവിടെ നിന്നുമായും പകരം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ ക്രിട്ടിക്കൽ യൂണിറ്റ് ഇവിടെ ഉയരും. കോവിഡ് വ്യാപനം കുറഞ്ഞപ്പോൾ ആശുപത്രിയിലേക്ക് ആളുകൾ വരാതായി. കെട്ടിടവും ഉപകരണങ്ങളും ഉപയോഗശൂന്യമായി. ഇതോടെ ആശുപത്രി പൊളിക്കാൻ തീരുമാനിച്ചു. പകരം ഉയരാൻ പോകുന്നത് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് സൗകര്യമുള്ള കേരളത്തിലെ ആദ്യത്തെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. 3 നിലകളിലായി 45,000 ചതുരശ്ര അടിയിലുള്ള കെട്ടിട സമുച്ചയമാണ് നിർമ്മിക്കാൻ പോകുന്നത്. 1 വർഷം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ദേശീയപാത കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ അളവിലാണ് ഈ ആശുപത്രി കാസർകോട്ടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുക. ക്യാമറമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കാസർഗോഡ്.